പത്തനംതിട്ട അടൂരിൽ ലൈവ് ലൊക്കേഷനും കോൾ റെക്കോർഡും ചോർത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. ഉത്തർപ്രദേശ് മീററ്റ് സ്വദേശി പ്രവീൺ കുമാറാണ് അറസ്റ്റിലായത്. കേസിൽ നേരത്തെ 2 പ്രതികൾ അറസ്റ്റിലായിരുന്നു. വി ജയശങ്കർ ചേരുകയാണ് നമുക്കൊപ്പം. പറയൂ ജയശങ്കർ. കഴിഞ്ഞ മാസമാണ് ഈ പത്തനംതിട്ട പോലീസ് അടൂരിൽ ഒരു യുവാവിനെ ഈ ലൈവ് ലൊക്കേഷനും കോൾ റെക്കോർഡും ഒക്കെ ചോർത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. പിന്നീട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ എന്തായാലും മുഖ്യ സൂത്രധാരൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ പ്രവീൺ കുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പ്രതാപ്ഗഡ് ജില്ലയിലെ പോലീസ് സൂപ്രണ്ടിന്റെ കോൾ സർവേലൻസ് ഓഫീസറാണ് അദ്ദേഹം. ഈ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കോൾ ടാപ്പിങ്ങിനും ഈ ലൈവ് ലൊക്കേഷനും ഒക്കെ ഉൾപ്പെടെ ഉപയോഗിക്കാൻ ഈ എടുക്കുന്നതിന് വേണ്ടി പോലീസിന്റെ സംവിധാനം കൂടി ഇയാൾ ദുരുപയോഗം ചെയ്തു. ഇയാളാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചതെന്നാണ് പോലീസ് എന്തായാലും നിലവിൽ പറയുന്നത്. കേസിലെ 1-ാം പ്രതിയായ അടൂർ സ്വദേശി ജോയൽ വി ജോസിനെയും ഒപ്പം തന്നെ സഹായിയായി പ്രവർത്തിച്ച 2-ാം പ്രതി അഹമ്മദാബാദ് സ്വദേശിനി ഹിരാലിനെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു ഈ കേസ് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഈ പൗരന്മാരുടെ മൊബൈൽ ലൊക്കേഷനും കോൾ റെക്കോർഡും ഉൾപ്പെടെ ചോർത്തുക എന്നത് അതീവ ഗൗരവമുള്ള ഒരു കാര്യമായാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവി നേരിട്ട് പരിശോധിച്ചൊരു കേസാണ്. ഈ കേസിലാണ് ഇപ്പോൾ എന്തായാലും കേരള പോലീസ് ഉത്തർപ്രദേശിൽ പോയി അവിടുത്തെ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ മുഖ്യ കണ്ണിയാണ്, മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്നാണ് പറയുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് നിലവിൽ കേരള പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു നിഗമനത്തിലെത്തിയാൽ അല്ലെങ്കിൽ ആ കണ്ടെത്തൽ നടത്തിയാൽ ഒരുപക്ഷെ ഈ കേസ് കേന്ദ്ര ഏജൻസികൾക്ക് ഉൾപ്പെടെ വിടേണ്ട ഒരു സാഹചര്യം വരും. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ച് ഈ അടൂർ സ്വദേശിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഉത്തർപ്രദേശിലെ പോലീസുകാരനെ വരെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് പിടികൂടാനായി എന്നത് അവരുടെ വലിയ വിജയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.